എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു 1960s ശേഷം കേരളത്തിൽ പുറത്ത് ജീവിച്ചവർക്കറിയാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഡിസൈൻ ഹൈസ്റ്റ് വിത്ത് സ്റ്റോളൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ഡിസൈൻ വിത്ത് ക്യാരക്ടർ. മോർ ഇമ്പോർട്ടൻ്റ്ലി, എല്ലാവരും ഒരുപോലെ യൂണിഫോമായി മാറുന്ന ഈ ലോകത്ത് എങ്ങനെ നിങ്ങളുടെ ഡിസൈൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം. ഇമാജിൻ ദിസ്, നിങ്ങളൊരു സിറ്റിയുടെ നടുക്കാണുള്ളത്. ബിൽഡിംഗ് എല്ലാം ബോക്സ് പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളത്, ബെഞ്ചും ഒക്കെ സ്ക്വയർ പൈപ്പ് വെച്ച് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റൽ സ്ലാബ്സും എല്ലാം. എന്തിന്, നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡിൻ്റെ ലോഗോ പോലും മിനിമലിസ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ ഇല്ലാതായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് നമ്മളെല്ലാവരും കണ്ട ജാഗ്വറിൻ്റെ ലോഗോ തന്നെ ഇതിന് എക്സാമ്പിളാണ്. ഇന്ന് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽസിലോട്ടാണ്. പ്രൊഡക്ട്സിന് ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ഈ ഡീറ്റെയിൽസ്. If you are new here and why should you care? Well, my name is Stolen. I'm an architect, lead experience and HCI designer with over 8 years of diving deep into the world of engaging designs. ഈ ടൈം പീരീഡിൽ എനിക്ക് ഒരുപാട് ഗ്ലോബൽ ലീഡിങ് ഓർഗനൈസേഷനുമായിട്ടും ഫോറിൻ ഗവൺമെൻറ്റ്സിനു വേണ്ടിയും ഒക്കെ യൂസർ എക്സ്പീരിയൻസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി ഡിസൈനിലെ എല്ലാ ലിറ്റിൽ ഡീറ്റെയിൽസും ഫങ്ഷനും സെർവ് ചെയ്യുന്നതിനപ്പുറം ഒരു സ്റ്റോറി പറയുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിൽ ഞാൻ എപ്പോഴും ഒബ്സസ്ഡ് ആണ്. ഇന്ന് നമുക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ക്യാരക്ടർ ഇൻ ഡിസൈൻ. ഡിസൈനിൻ്റെ സോള് ആക്ച്വലി ഇതിൻ്റെ ക്യാരക്ടറാണ്. ഡിസൈൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഒരു 1960s ശേഷം മിനിമൽ ഡിസൈന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തിന് ശേഷമാണ്. എൻ്റെ ലൈഫിലും മിനിമലിസ്റ്റിന് സിഗ്നിഫിക്കൻറ്റ് സ്ഥലമുണ്ട്. കാരണം ഡീക്ലട്ടറിങ്, അതുപോലെ കൺസ്യൂമിങ് ലെസ്, ഓണിങ് ലെസ്, ഇതെല്ലാം ഇന്നർ പീസ് കൂട്ടാനും ഹാപ്പിനെസ് കൂട്ടാനും ഒക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ ഫ്ലിപ്പ് സൈഡിൽ ഡിസൈൻ ഇവോൾവ് ചെയ്ത് 1960s മിനിമലിസം വീണ്ടും മിനിമലിസം ആയിട്ട് ഒന്നുമില്ലായ്മയും കെയർലെസ് ലാക്ക് ഓഫ് ഫീച്ചറും എല്ലാം കറണ്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാനൊരു കഥ പറയാം. ഞാനൊരു പട്ടാമ്പിക്കാരനാണ്, പാലക്കാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കാളവേല ഉണ്ടാവാറുണ്ട് വേനൽക്കാലത്ത്. ബേസിക്കലി ഉത്സവം പോലൊരു സെറ്റപ്പ്. ചെറുപ്പത്തിലെ ബെസ്റ്റ് കാളവേല മെമ്മറി എന്ന് പറയുന്നത് ഐസ് മിഠായും സിപ്പപ്പും കുൽഫിയും ഒക്കെ ഈ കാളവേല ടൈമിൽ വേനൽക്കാലത്ത് കഴിക്കുന്നതാണ്. സൈക്കിളിൻ്റെ ബാക്കിൽ വലിയൊരു ബോക്സ് വെച്ചിട്ട് എയർ ഹോൺ നീട്ടിയടിച്ച് നടന്നാണ് അത് വിൽക്കുന്ന ചേട്ടന്മാർ വന്നിരുന്നത്. ദൂരത്ത് നിന്ന് തന്നെ സൈക്കിളിൻ്റെ ഹോൺ നമുക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് വർഷത്തിനിപ്പുറം സൈക്കിൾ മാറി ഈ ഐസ് വണ്ടിക്കാരെല്ലാം മോട്ടോർ സൈക്കിളാക്കി. മോട്ടോർ ബൈക്കിന് ആക്ച്വലി ഇലക്ട്രിക് ഹോൺ ഉണ്ട്. എന്നാലും ഐസുകാരൻ്റെ മോട്ടോർ ബൈക്കിന് ഇന്നും എയർ ഹോണാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും ഐസ് വണ്ടിക്കാർ എയർ ഹോൺ യൂസ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? മറ്റൊന്നുമല്ല, ആ ഹോണിൻ്റെ ശബ്ദമുണ്ടാക്കുന്നതിനിപ്പുറം ഒരു ഇമോഷൻ കൂടി ഉണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഐസ് വണ്ടി വന്നു എന്ന് പറയാതെ പറയാൻ ആ ഹോണിന് പറ്റുമായിരുന്നു. എ വെരി 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 സ്മോൾ ഡീറ്റെയിൽ ദാറ്റ് കെയർ ഐഡൻറ്റിറ്റി. സിമിലർ ഒരു കഥ ഞാൻ പറയാം. കേരളത്തിൽ പുറത്ത് ജീവിച്ചവർക്കറിയാം, നല്ലൊരു ചായ കിട്ടണമെങ്കിൽ മലയാളിയുടെ കട തേടി പോകണമെന്ന്. കാരണം അടിച്ച ചായ കിട്ടണമെങ്കിൽ പുറത്ത് നല്ല ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിരുന്ന ഒരു ചെറിയ ഡീറ്റെയിലാണ് ഈ കോപ്പർ സമോവറും അതുപോലെ നല്ല നേന്ത്രക്കൊലയൊക്കെ തൂക്കിയിട്ടിട്ടുള്ള കടകൾ മിക്കവാറും മലയാളിയുടെ കടയായിരിക്കും. അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ചേട്ടാ ഒരു ചായ. ഇതുപോലത്തെ പല ഡിസൈൻസും അറിഞ്ഞും അറിയാതെയും നമ്മളോട് പല ഇമോഷൻസും പല സ്റ്റോറിയൊക്കെ കൺവേ ചെയ്യുന്നുണ്ട്. Now contrast to this with what we see in minimalism. ഒരു ഷോപ്പിംഗ് മോളിലെ ട്രാഷ് ക്യാൻ ആലോചിച്ച് നോക്കൂ. ഷുവർ, അത് ഫങ്ഷണലായിരിക്കും, പക്ഷേ അതൊരു ട്രാഷ് ക്യാൻ ആണെന്ന് മനസ്സിലാവാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് ടൈം ഞാൻ ലുലുവിൽ പോയിട്ട്
ഞാൻ തെക്ക് വടക്ക് നടക്കുമായിരുന്നു വേസ്റ്റ് ബിൻ തപ്പിയിട്ട്. ആക്ച്വലി അതെൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വേസ്റ്റ് ബിൻ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഡു ദേ ഇൻസ്പയർ എനിത്തിങ് ബിയോണ്ട് യൂട്ടിലിറ്റി? എല്ലാം ബേസിക് ഷേപ്പായി, ബേസിക് മെറ്റൽസായി, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലെ ഗേറ്റ് വരെ ഹോളോ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാരണം കട്ട് ആൻഡ് വെൽഡ് പരിപാടിയാണ്, പെട്ടെന്ന് തീരും, പൈസ കുറവാണ്. പക്ഷേ പഴയ ഓർണമെൻറ്റഡ് കാസ്റ്റ് ചെയ്യേണ്ട ഗേറ്റ് ഓർമ്മയുണ്ടോ? അതുപോലത്തെ ഗേറ്റ് ഒരു നാട്ടിലൊന്നേ കാണും. പ്യുവർ സ്കിൽ ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഇന്ന് എല്ലാവരുടെ ഗേറ്റും ഏകദേശം ഒരുപോലെ ഇരിക്കും. സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്തതായിരിക്കും. ആർക്കിടെക്ചറും ഈ ട്രാപ്പിൽ ആക്ച്വലി വീണിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന ഒരു വീട് കാണിച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു ഇത് ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലെ അല്ലെങ്കിൽ ഏത് കൾച്ചറിലെ ആണ് എന്നൊക്കെ. ട്രഡീഷണൽ ട്രോപ്പിക്കൽ പിച്ച് റൂഫ് ഹൗസ് നമ്മളോട് അവർ താമസിക്കുന്ന ആൾക്കാരെക്കുറിച്ചും അവരുടെ ട്രഡീഷനെക്കുറിച്ചും അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചും എല്ലാം ഒരു കഥ പറയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ നാട്ടിലെ വീടും ബിൽഡിങ്സും ഒരേപോലെയാണ് അല്ലേ? എല്ലാം കോൺക്രീറ്റ് സ്ക്വയർ ബോക്സസും ഗ്ലാസും സ്റ്റീലും കൊണ്ടുള്ളത്. വാട്ട് ഡു ദേ സേ അബൌട്ട് അസ്? ഓഫൺ നത്തിങ്. എല്ലാവരും മിനിമലിസ്റ്റിൻ്റെ പുറകെയാണ്. ആർക്കും വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യണ്ട. മിനിമലിസം ഈസ് ട്രെൻഡിങ് ആൻഡ് ട്രെൻഡ് ഈസ് സേഫ്. ഇത് മിനിമലിസ്റ്റിനോടുള്ള ഒരു അറ്റാക്കായിട്ടൊന്നും കാണണ്ട. മിനിമലിസം ഡിസൈൻസ് ഫങ്ഷണലും യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ദിസ് ബിക്കെയിം സോഷ്യൽ ഡിഫോൾട്ട് ഫോർ എവറി ഡിസൈൻ ചോയ്സ്. ആർക്കിടെക്ചർ ആയാലും കോർപ്പറേറ്റ് ആണെങ്കിലും ലോഗോസ്, റെയിലിംഗ്, ബെഞ്ചസ് എല്ലാം സിമ്പിൾ ആൻഡ് യൂണിഫോമായി. ഈ മിനിമലിസവും അതുപോലെ ഹോസ്റ്റൽ ഡിസൈനും കൂടി മെർജ് ചെയ്തിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലെ ബെഞ്ച് ഒരു കമ്പിയുടെ മേലെ ബാലൻസ് ചെയ്ത് നമ്മളൊക്കെ ഇരിക്കണം. ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ച ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും എപ്പിസോഡിൽ പറയാം. നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ആവാൻ പേടിയാണോ? ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമെന്ന് കരുതിയിട്ടാണോ നമ്മൾ മിനിമലിസം വിടാത്തത്? ഒരുപാട് ഓർണമെൻറ്റേഷനും കോഗ്നിറ്റീവ് ലോഡുമുള്ള ഡീറ്റെയിൽ കൊണ്ടുവരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദർ ഇസ് എ മിഡിൽ ഗ്രൗണ്ട്. വി ക്യാൻ ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം പാസ്റ്റിൽ പലപ്പോഴും ഐഡൻറ്റിറ്റി കാണും, ഒരു കഥ പറയാൻ കാണും. നമുക്ക് സിംപ്ലിസിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി സാക്രിഫൈസ് ചെയ്യാതെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. Here is my challenge for you. Next time when you encounter something to design, ask yourself, does this have a character? Answer no ആണെങ്കിൽ again ask yourself how it could. കാരണം എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടേഴ്സ് കാരണമാണ്. ഡിസൈൻ റിലേറ്റഡ് കോണ്ടൻറ്റ് മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ബൈ.